മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രഭിൻ അറസ്റ്റിൽ. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ, സ്ത്രീപീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി. സൗന്ദര്യം കുറവാണെന്നാരോപിച്ച് വിഷ്ണുജയെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നതായി കുടുംബം ആരോപിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജയെ ഭർത്താവ് പ്രഭിന്റെ എളങ്കൂരിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ യുവതിയുടെ കുടുംബം ആരോപണവുമായി രംഗത്തെത്തി. സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് പ്രഭിൻ ബൈക്കിൽ പോലും കയറ്റിയിരുന്നില്ല. സ്ത്രീധനം നൽകിയത് കുറവെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചു. വിഷ്ണുജയ്ക്ക് ജോലിയില്ലാത്തതിനാൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി എന്നും പിതാവ് വാസുദേവൻ 24-നോട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റേ ചെറിയ ചെറിയ പീഡനങ്ങൾ. അവൾക്ക് സൗന്ദര്യമില്ല, പിന്നെ അതേമാതിരി അവൾ ആരോഗ്യമില്ല, പിന്നെ അവൾക്ക് ജോലിയില്ല. അതാണ് മെയിൻ പ്രശ്നം. വിഷ്ണുജ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും കുടുംബം ആരോപിക്കുന്നു. ഫിസിക്കലി ആയിട്ടും ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. പിന്നെ അവൾ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയാണ്. ഭംഗി കുറവാണ്, പിന്നെ സ്വർണത്തിൻ്റെ കുറവാണ്, അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഇല്ല, ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിരന്തരം 10-25 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. 2023 മെയ് 14-നാണ് പ്രഭിനും വിഷ്ണുജയും തമ്മിലുള്ള വിവാഹം നടന്നത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രഭിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. 24 മലപ്പുറം.